സത്യം അയാൾ അറിഞ്ഞു. അമ്മയുടെ തലച്ചോറിന് സമീപത്തായി ഒരു മുഴ വളരുന്നുണ്ട്. അത് സർജറി ചെയ്ത് മാറ്റണം. ഡോക്ടർ ശ്രീചിത്രയിലേക്ക് റെഫർ ചെയ്തു. അവിടെ ന്യൂറോ സംബന്ധമായ രോഗങ്ങളെല്ലാം മാറുമെന്നായിരുന്നു വിശ്വാസം. പരിചയമുള്ള ഡോക്ടറും അവിടെയുണ്ട്. വീൽചെയറിൽ അമ്മയുമായി നിരവധി തവണ OPയിൽ കയറിയിറങ്ങി. പരിശോധനകളെല്ലാം നടത്തി. 2 മാസം കഴിഞ്ഞുള്ള സർജറി ഡേറ്റാണ് ലഭിച്ചത്. പരിചയക്കാരനായ ഡോക്ടറെ കണ്ട് സർജറി നേരത്തെ ആക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഒരു വ്യാഴാഴ്ച 13-ാം നമ്പർ റൂമിലെത്താൻ പറഞ്ഞു. അവിടെ എത്തി. ഡോക്ടർ വരാൻ പറഞ്ഞെന്നു പറഞ്ഞു. പുറത്തു നിൽക്കൂ, വിളിക്കാമെന്നായിരുന്നു മറുപടി. ധാരാളം പേർ കാത്തു നിൽപ്പുണ്ട്. സൗകര്യമില്ലാത്ത ഇടനാഴികയിൽ ചിലർക്ക് മാത്രമേ ഇരിക്കാൻ കസേരയുള്ളൂ. പേര് വിളിക്കുന്നതിനനുസരിച്ച് പ്രവേശനം. ഊഴമെത്തിയപ്പോൾ അയാളും അകത്തേക്ക്. ഉടൻ ചോദിച്ചത് കണ്ണിന്റെ ടെസ്റ്റ് നടത്തിയോ എന്ന്. അങ്ങനെ ഒരു ടെസ്റ്റ് നടത്താൻ ഡോക്ടർ പറഞ്ഞില്ലെന്ന് മറുപടി നൽകി. ബാക്കി ടെസ്റ്റ് നടത്തിയതിന്റെ വിവരങ്ങൾ കൈമാറി. ഊണ് കഴിച്ചിട്ട് കാത്തിരിക്കൂ, വിളിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് അയച്ചു. വ്യാഴം തിങ്കൾ ദിവസങ്ങളിലായി പലവട്ടം ആ മുറിക്ക് മുന്നിൽ വന്ന് തപസ്സിരുന്നാലേ അഡ്മിഷൻ ലഭിക്കൂ. ഒടുവിൽ അയാളുടെ അമ്മയെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ നേരത്തെ ചെയ്ത എല്ലാ ടെസ്റ്റും ഒന്നുകൂടി ചെയ്തു. അപ്പോൾ മുമ്പ് ചെയ്ത ടെസ്റ്റോ? അതിനുത്തരമില്ല. സർജറിയാണ് ചെയ്യാൻ പോകുന്നത്. ഡോക്ടറെ ചോദ്യം ചെയ്യാൻ പാടില്ല, ആരോ പറഞ്ഞു. പ്രധാന ഡോക്ടർ എത്തി. 10 വർഷം മുമ്പുള്ള അമ്മയുടെ ആരോഗ്യത്തിലേക്ക് എത്തിക്കാനാകില്ല. 1 വർഷം മുമ്പുള്ള അമ്മയെ മതി. അയാൾ നിസ്സഹായനായി മറുപടി നൽകി. സർജറി കഴിഞ്ഞു. അമ്മയുടെ മാനസിക നില തകരാറിലാകുന്നത് പോലെ അയാൾക്ക് തോന്നി. അതെങ്ങനെ ശരിയാകുമെന്ന് ഡോക്ടർ. ഡിസ്ചാർജ് ചെയ്തപ്പോഴും അമ്മയുടെ അവസ്ഥ മോശമാണെന്ന് അയാൾ പറഞ്ഞു. സർജറി വിജയമാണ് എന്നാണ് ആ പ്രഗത്ഭനായ ഡോക്ടർ പറഞ്ഞത്. ഒരാളുടെ സഹായത്തോടെ നടന്നിരുന്ന അമ്മ 2 പേർ പിടിച്ചാൽ പോലും നടക്കാൻ ബുദ്ധിമുട്ടുകയാണെന്ന് റിവ്യൂവിനെത്തിയപ്പോൾ അയാൾ പറഞ്ഞു. സർജറി വിജയമെന്നാണ് ഡോക്ടർ ആവർത്തിച്ചത്. രക്തപരിശോധനയിൽ ഗുരുതരമായ കുറവുകൾ ഉണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ കാണിക്കാൻ നിർദ്ദേശിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ അമ്മയെ കാണിച്ചു. പക്ഷെ അധികം വൈകാതെ അമ്മ മരിച്ചു. ശ്രീചിത്രയിലെ രേഖകളിൽ അമ്മയുടെ സർജറി വിജയകരമെന്നാകും രേഖപ്പെടുത്തിയിരിക്കുക.